വിനോദസഞ്ചാര രംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിക്കുന്ന രാജ്യമാണ് വിയറ്റ്നാം. പ്രത്യേകിച്ച് വിയറ്റ്നാമിന്റെ സൗത്ത് ചൈന കടൽ തീരം തായ് നഗരങ്ങളെപ്പോലെ ടൂറിസ്റ്റുകളെ കൊണ്ട് നിറയുന്നു. ദനാങ് അത്തരത്തിലൊരു ടൂറിസ്റ്റ് സിറ്റിയാണ്. മനോഹരമായ ബീച്ചും പരിസര പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് ഇവിടെ ഒട്ടേറെ വിനോദങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ലോക്കൽ മാർക്കറ്റുകൾ, ഫുഡ് സ്ട്രീറ്റുകൾ എന്നിവയെല്ലാം വിദേശികൾക്ക് വ്യത്യസ്തമായ അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത്. ബനാ ഹിൽസ് പോലെയുള്ള ആധുനിക എന്റർടൈൻമെന്റ് സെന്ററുകൾ വിനോദസഞ്ചാര രംഗത്തെ അത്ഭുതം തന്നെയാണെന്നും പറയാം. ശാന്തമായ അന്തരീക്ഷത്തിൽ സമയം ചിലവിടാനും ആഘോഷത്തിൽ മുങ്ങി ഒഴിവുകാലം ആസ്വദിക്കാനും വേണ്ട സൗകര്യങ്ങൾ ദനാങ്ങിൽ ലഭ്യമാണ്. പോകാം ബീച്ച് സിറ്റി ഓഫ് വിയറ്റ്നാം എന്നറിയപ്പെടുന്ന ദനാങ്ങിന്റെ കാഴ്ചകളിലേക്ക്. ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് ദനാങ് നഗരത്തിലെ പ്രധാനപ്പെട്ട 8 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. ആദ്യം ഹാൻ നദി, തുടർന്ന് ഹാൻ മാർക്കറ്റ്, അടുത്തതായി ഡ്രാഗൺ ബ്രിഡ്ജ്, പിന്നെ സൺ ട്രാ നൈറ്റ് മാർക്കറ്റ്, അവിടെ നിന്നും ദനാങ് ബീച്ച്, അടുത്തതായി ലിൻ ഉങ് പഗോഡ, തുടർന്ന് ദി മാർബിൾ മൗണ്ടൻസ്, അവസാനമായി ബനാ ഹിൽസ്. ഹാൻ നദിയിൽ നിന്ന് നമുക്ക് ഈ യാത്ര ആരംഭിക്കാം. നഗരത്തിന്റെ സാംസ്കാരിക വാഹിനിയായി ഒഴുകുന്ന നദിയാണിത്. നദിയുടെ ഇരു കരകളിലുമായിട്ടാണ് ദനാങ് നഗരം വികസിച്ചു വന്നിട്ടുള്ളത്. രസകരമായ ഒട്ടേറെ ആക്ടിവിറ്റികൾ ഹാൻ നദി കേന്ദ്രീകരിച്ച് ടൂറിസ്റ്റുകൾക്കായി ഒരുക്കിയിട്ടുണ്ട്. റിവർ ക്രൂസുകളാണ് ഇതിലേറ്റവും പ്രധാനം. ഡേ ക്രൂസുകളും നൈറ്റ് ക്രൂസുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. സൈറ്റ് സീയിങ് ക്രൂസുകളാണ് പ്രധാനമായി ലഭ്യമാകുന്നത്. രാത്രിയിൽ ഡിന്നർ ക്രൂസുകളും സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. സൈറ്റ് സീയിങ് ക്രൂസിൽ നഗരത്തിലെ കാഴ്ചകൾ കണ്ടുകൊണ്ടുള്ള യാത്രയാണ്. പ്രധാന ഡെസ്റ്റിനേഷനുകളെ പറ്റി ഗൈഡ് വിശദീകരണം നൽകുകയും ചെയ്യും. നഗരത്തിന്റെ രാത്രി കാഴ്ചകൾ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുന്നതാണ് ഡിന്നർ ക്രൂസ്. രുചികരമായ ഭക്ഷണം, കലാപരിപാടികൾ എന്നിവയെല്ലാം ഡിന്നർ ക്രൂസിന്റെ സവിശേഷതകളാണ്. ലൈറ്റുകൾ തെളിയുന്നതോടെ നഗരത്തിന്റെ രാത്രികാല ദൃശ്യങ്ങൾ കൂടുതൽ ഗംഭീരമാകും. പ്രകാശ സംവിധാനങ്ങൾ കൊണ്ട് അലങ്കരിച്ച കെട്ടിടങ്ങൾ, പാലങ്ങൾ, പ്രൊമനേഡുകൾ, ഇൻസ്റ്റലേഷനുകൾ എന്നിവയെല്ലാം ഗംഭീര കാഴ്ചകളാണ്. ഡ്രാഗൺ ബ്രിഡ്ജ്, ഹാൻ റിവർ ബ്രിഡ്ജ് എന്നിവ എടുത്തു പറയേണ്ടതുണ്ട്. ഡ്രാഗൺ ബ്രിഡ്ജിൽ നിന്ന് വ്യത്യസ്തമായി സ്റ്റീൽ ഘടനയിൽ നിർമ്മിച്ച വിയറ്റ്നാമിലെ ആദ്യ സ്വിംഗ് ബ്രിഡ്ജാണ് ഹാൻ റിവർ ബ്രിഡ്ജ്. ഹാൻ നദീതീരത്തെ പ്രൊമനേഡുകൾ വൈകുന്നേരങ്ങളിൽ സജീവമാകുന്ന വിനോദ കേന്ദ്രങ്ങളാണ്. നഗരവാസികളും ടൂറിസ്റ്റുകളും ഒരുപോലെ ഇവിടെ നടന്നും വിശ്രമിച്ചും നഗരത്തിന്റെ മനോഹരമായ സായാഹ്ന കാഴ്ചകൾ ആസ്വദിച്ചും സമയം ചിലവഴിക്കുന്നു. അടുത്തതായി നമുക്ക് ഹാൻ മാർക്കറ്റിലേക്ക് പോകാം. നഗരത്തിന്റെ ഹൃദയഭാഗത്ത് 2 നിലകളിലായി പ്രവർത്തിക്കുന്ന പ്രശസ്തമായ ലോക്കൽ മാർക്കറ്റാണിത്. നൂറുകണക്കിന് സ്റ്റാളുകളാണ് മാർക്കറ്റിൽ ഒരുക്കിയിട്ടുള്ളത്.
വസ്ത്രങ്ങൾ, സുവനീറുകൾ, പ്രാദേശിക ഭക്ഷ്യവസ്തുക്കൾ തുടങ്ങി വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ഇവിടെ ലഭ്യമാണ്. ടൂറിസ്റ്റുകളെയും സാധാരണക്കാരായ നാട്ടുകാരെയും ഇവിടെ ഒരുപോലെ ലക്ഷ്യമിടുന്നുണ്ട്. കുറഞ്ഞ വിലയിൽ തുണിത്തരങ്ങൾ അടക്കം കിട്ടുമെന്നതാണ് ഹാൻ മാർക്കറ്റിന്റെ ഒരു പ്രത്യേകത. വസ്ത്രങ്ങളുടെയും മറ്റും വലിയൊരു ശേഖരം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വിയറ്റ്നാമീസ് സുവനീറുകളും കരകൗശല വസ്തുക്കളുമാണ് ഇവിടെ പ്രധാന ആകർഷണം. എങ്കിലും നമ്മെ ആകർഷിക്കുന്ന നിരവധി ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ കാണാനാകും. പലതരം വിയറ്റ്നാമീസ് വിഭവങ്ങൾക്കും മാർക്കറ്റ് പ്രസിദ്ധമാണ്. ലൈവായി തയ്യാറാക്കുന്ന ചൂട് വിഭവങ്ങളും ജ്യൂസുകളുമെല്ലാം ഇതിൽ ഉൾപ്പെടും. നിറങ്ങളും ശബ്ദങ്ങളും തിരക്കുമൊക്കെയായി ദനാങ്ങിന്റെ പ്രാദേശിക ജീവിതം അടുത്തറിയാൻ കഴിയുന്ന ഇടം കൂടിയാണ് ഹാൻ മാർക്കറ്റ്. ഷോപ്പിംഗിനൊപ്പം വിയറ്റ്നാമിന്റെ തനത് വിപണി സംസ്കാരം അനുഭവിച്ചറിയാനുള്ള മികച്ച അവസരവും കൂടിയാണിത്. ഇനി കാണേണ്ടത് മനോഹരമായ ഒരു പാലമാണ്. ഡ്രാഗൺ ബ്രിഡ്ജ്. വ്യാളിയുടെ രൂപത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള പാലം. ഉത്തര വിയറ്റ്നാം സൈന്യം ദനാങ് പിടിച്ചെടുത്തതിന്റെ 38ാം വാർഷികത്തിലാണ് പാലം പണി കഴിപ്പിച്ചത്. ഇപ്പോൾ ദനാങ് നഗരത്തിന്റെ ഒരു ലാൻഡ്മാർക്കായി ഡ്രാഗൺ ബ്രിഡ്ജ് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം ടൂറിസ്റ്റുകളെയും പാലം ആകർഷിക്കുന്നു. ഫയർ, വാട്ടർ ഷോകൾ ഒരുക്കിയാണ് പാലത്തെ ടൂറിസത്തിനായി സജ്ജമാക്കിയിട്ടുള്ളത്. നഗരത്തെ വിഭജിച്ചുകൊണ്ട് വിശാലമായി ഒഴുകുന്ന ഹാൻ നദിക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ള പാലമാണിത്. നീളം 600 മീറ്ററിലധികം വരും. 6 വരിയിൽ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ പാതയും കാൽനട യാത്രക്കാർക്ക് വാക്വേകളും പാലത്തിലുണ്ട്. മധ്യത്തിലെ ഡിവൈഡറിൽ കമാനാകൃതിയിൽ സ്ഥാപിച്ചിട്ടുള്ള വ്യാളി രൂപമാണ് ഇവിടെ പ്രധാന ആകർഷണം. സ്വർണവർണ്ണമാണ് വ്യാളിക്ക് നൽകിയിട്ടുള്ളത്. ഇത് ആകെയുള്ള കാഴ്ചയിൽ പാലത്തെ ഒരു ഗംഭീര അനുഭവമാക്കുന്നു. നദിക്കരയിലെ പ്രൊമനേഡിൽ നിന്ന് നോക്കുമ്പോഴാണ് പാലത്തിന്റെ ഭംഗി കൂടുതൽ ആസ്വദിക്കാനാവുക. അതുപോലെ നദിയും കെട്ടിടങ്ങൾ ഉയർന്നു നിൽക്കുന്ന കരയും ഉൾപ്പെടുന്ന നഗര കാഴ്ചകളും അതിമനോഹരം. സൂര്യാസ്തമയ ഘട്ടത്തിൽ ദൂരെ നിന്നുള്ള പാലത്തിന്റെ ദൃശ്യങ്ങളും പാലത്തിൽ നിൽക്കുമ്പോൾ കാണുന്ന നദിയുടെ കാഴ്ചകളുമെല്ലാം അതിഗംഭീരമാണ്. അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിലാണ് ഇവിടെ സന്ദർശകർ കൂടുതലായി എത്തുക. രാത്രി 9 മണിയോടെ ഡ്രാഗൺ ബ്രിഡ്ജിലെ പ്രശസ്തമായ ഫയർ ആൻഡ് വാട്ടർ ഷോ ആരംഭിക്കും. ഫയർ ഷോയിൽ ഡ്രാഗന്റെ വായിൽ നിന്ന് ഇടവിട്ട് തീജ്വാലകൾ പുറത്തേക്ക് പാറുന്നത് കാണാം. ഈ വിസ്മയകരമായ കാഴ്ച ആയിരക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്നു. ഫയർ ഷോയ്ക്ക് ശേഷം ഡ്രാഗന്റെ വായിൽ നിന്ന് ശക്തമായി വെള്ളം ചീറ്റുന്ന വാട്ടർ ഷോയും അരങ്ങേറും. അടുത്തതായി സൺ ട്രാ നൈറ്റ് മാർക്കറ്റിലേക്ക് പോകാം. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുന്നതോടെ നിറയെ വിളക്കുകളും സംഗീതവും ഭക്ഷണത്തിന്റെ സുഗന്ധവും കൊണ്ട് സജീവമാകുന്ന ഈ മാർക്കറ്റ് ദനാങ്ങിലെ ഏറ്റവും ജനപ്രിയമായ വിനോദ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. പ്രാദേശിക സംസ്കാരവും രുചികളും ഷോപ്പിംഗും ഒരുമിച്ച് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് മികച്ചൊരു ഡെസ്റ്റിനേഷനാണ്. വിയറ്റ്നാമീസ് തനത് രുചികൾ പരിചയപ്പെടുത്തുന്ന വൈവിധ്യമാർന്ന സ്ട്രീറ്റ് ഫുഡ് സ്റ്റാളുകളാണ് ഇവിടെ സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നത്. ലൈവായി തയ്യാറാക്കുന്ന ഫ്രഷ് സീ ഫുഡ് വിഭവങ്ങളായ ഗ്രിൽ ചെയ്ത നീരാളി, കണവ, കൊഞ്ചു മുതൽ വിവിധ നൂഡിൽസും ബാർബിക്യൂ വിഭവങ്ങളും
ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസുകളും മധുര പലഹാരങ്ങളും വരെ ഇവിടെ പരീക്ഷിക്കാം. വിയറ്റ്നാമീസ് വിഭവങ്ങൾക്കൊപ്പം തെക്ക് കിഴക്കൻ ഏഷ്യയിലെ നിരവധി ജനപ്രിയ വിഭവങ്ങളും ഇവിടെ ലഭിക്കും. പുതിയ രുചികൾ പരീക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു ചെറിയ ഫുഡ് ഫെസ്റ്റിവൽ പോലെയുള്ള അനുഭവമായിരിക്കും. ഷോപ്പിംഗ് പ്രേമികളെയും ഈ മാർക്കറ്റ് ആകർഷിക്കുന്നു. കൈകൊണ്ട് നിർമ്മിച്ച കരകൗശല വസ്തുക്കൾ, ലാക്കർ വെയർ, മരശില്പങ്ങൾ, ആഭരണങ്ങൾ, ബാഗുകൾ, വസ്ത്രങ്ങൾ, അലങ്കാര വസ്തുക്കൾ തുടങ്ങി നിരവധി സുവനീറുകൾ ഇവിടെ ലഭ്യമാണ്. സായാഹ്നത്തോടെയാണ് ഈ മാർക്കറ്റ് സജീവമാകുന്നത്. വൈകുന്നേരം മുതൽ രാത്രി വൈകുവോളം കടകൾ തുറന്നിരിക്കും. വർണ്ണാഭമായ ലൈറ്റുകളും തെരുവ് സംഗീതവും ഭക്ഷണത്തിന്റെ മണവും നിറഞ്ഞ ഈ നൈറ്റ് മാർക്കറ്റ് ദനാങ്ങിലെ നൈറ്റ് ലൈഫിന്റെ യഥാർത്ഥ ആവേശം അനുഭവിക്കാൻ കഴിയുന്ന ഒരു മികച്ച ഡെസ്റ്റിനേഷനാണ്. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഇനി നമുക്ക് ദനാങ് ബീച്ചിന്റെ കാഴ്ചകളിലേക്ക് പോകാം. കിലോമീറ്ററുകളോളം നീണ്ടുകിടക്കുന്ന തീരമാണ് ദനാങ് നഗരത്തിന് സമീപത്തുള്ളത്. തീരത്തെ ഓരോ ബീച്ച് ഏരിയയും ഓരോ പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നു. പലതരം എന്റർടൈൻമെന്റ് ആക്ടിവിറ്റികളുടെ കേന്ദ്രമാണിവിടം. കരയിലും കടലിലുമെല്ലാമായി ധാരാളം വിനോദങ്ങൾ ബീച്ചിൽ ഒരുക്കിയിരിക്കുന്നു. വെള്ളം മണൽ നിറഞ്ഞ തീരവും നീല നിറമുള്ള കടൽപ്പരപ്പും ഹരിതാഭമായ കരയും ചേർന്ന് സൃഷ്ടിക്കുന്ന പ്രകൃതി ഭംഗി കണ്ണിനൊരു വിരുന്നാണ്. ഫോട്ടോഗ്രാഫിയിൽ താല്പര്യമുള്ളവർക്ക് പല ആംഗിളുകളിൽ നിന്നും ഗംഭീരമായ ഫ്രെയിമുകൾ ഇവിടെ നിന്നും പകർത്താനാകും. തെങ്ങുകൾ നിറഞ്ഞ കരയിൽ നിരവധി വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇത്തരം സെന്ററുകളിൽ ഭക്ഷണം കഴിക്കാനും വിനോദങ്ങളിൽ ഏർപ്പെടാനുമുള്ള സംവിധാനങ്ങൾ സജ്ജമാണ്. കൂടാതെ സുവനീർ ഷോപ്പുകൾ, ഹാൻഡിക്രാഫ്റ്റ് ഷോപ്പുകൾ എന്നിവയും പലയിടങ്ങളിലായി പ്രവർത്തിക്കുന്നുണ്ട്. ധാരാളം വഴിയോര കച്ചവടക്കാരെയും ഇവിടെ കാണാം. വിവിധ തരം നാടൻ പഴങ്ങൾ, പലഹാരങ്ങൾ എന്നിവയൊക്കെ തനത് രുചിയിൽ ഇവരിൽ നിന്നും വാങ്ങി കഴിക്കാം. പബ്ലിക് ജിം പോലെയുള്ള സൗകര്യങ്ങളും തീരത്ത് സജ്ജമാണ്. രാവിലെ ബീച്ച് സന്ദർശിച്ചാൽ വ്യായാമത്തിനായി എത്തിയ ധാരാളം ആളുകളെ ജിമ്മുകളിൽ കാണാം. വാട്ടർ സ്പോർട്സുകൾ ദനാങ് ബീച്ചിന്റെ മറ്റൊരാകർഷണമാണ്. സർഫിംഗ്, പാരാസെയിലിംഗ്, ജെറ്റ് സ്കീയിംഗ് തുടങ്ങിയ വിനോദങ്ങളെല്ലാം ഇവിടെ ആസ്വദിക്കാനാകും. നീന്താനും അനുയോജ്യമാണ് ദനാങ്ങിന്റെ തീരം. അപകടരഹിതമായി നീന്താൻ വേലി കെട്ടിത്തിരിച്ച ഇടങ്ങളും ലൈഫ് ഗാർഡുമാരുടെ സേവനവും ബീച്ചിലുണ്ട്. പകലും രാത്രിയിലും ദനാങ് ബീച്ച് സന്ദർശിക്കണം. രാത്രിയാകുന്നതോടെ തീരത്തെ ആംബിയൻസ് ആകെ മാറും. പകൽ അധികം തിരക്കില്ലാത്ത ശാന്തമായ അന്തരീക്ഷമാണെങ്കിൽ രാത്രിയിൽ തീരം ആഘോഷത്തിൽ മുങ്ങും. മനോഹരമായി ലൈറ്റപ്പ് ചെയ്ത പ്രൊമനേഡും ഷോപ്പുകളുമെല്ലാം രാത്രിയിലെ കാഴ്ചകൾക്ക് ചന്തം പകരുന്നു. ആളുകൾ ധാരാളമായി തീരത്ത് ഒത്തുകൂടുന്നതും രാത്രിയിലാണ്. അടുത്തതായി കാണേണ്ടത് ഒരു ബുദ്ധ പഗോഡയാണ്. ലിൻ ഉങ് പഗോഡ നഗരത്തിലെ പ്രധാനപ്പെട്ട 3 ബുദ്ധമത ആരാധനാലയങ്ങളിൽ ഒന്ന്. സോൻത്ര ഉപദ്വീപിലാണ് ഈ ക്ഷേത്ര കോംപ്ലക്സിന്റെ സ്ഥാനം.
കടലിനോട് അഭിമുഖമായി നിലകൊള്ളുന്ന ക്ഷേത്ര മന്ദിരങ്ങൾ ദൂരെ നിന്ന് തന്നെ കാണാനാകും. പ്രത്യേകിച്ച് ബീച്ചിൽ നിന്നും നോക്കുമ്പോൾ കോംപ്ലക്സിലെ ബുദ്ധപ്രതിമയും മറ്റും മനോഹരമായ കാഴ്ചയാണ്. വെളുത്ത നിറമാണ് ബുദ്ധപ്രതിമയ്ക്കുള്ളത്. ഉയരം 67 മീറ്റർ. വിയറ്റ്നാമിലെ ഏറ്റവും ഉയരമേറിയ ബുദ്ധപ്രതിമയാണിത്. പച്ചപ്പ് നിറഞ്ഞ മലനിരകളുടെ പശ്ചാത്തലത്തിൽ പ്രതിമ ഒരു ഗംഭീര കാഴ്ചയാകുന്നുണ്ട്. നിരവധി ക്ഷേത്രങ്ങൾ ഉൾപ്പെടുന്നതാണ് ടെമ്പിൾ കോംപ്ലക്സ്. വിയറ്റ്നാമീസ് ആർക്കിടെക്ചറിൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചവയാണ് എല്ലാം. കൂർത്തുവളയുന്ന മേൽക്കൂരയും നിറങ്ങളുടെ ഉപയോഗവും ഈ ശൈലിയുടെ ഭാഗമായി കണക്കാക്കാനാകും. കൂടാതെ ബോൺസായി ചെടികളുടെ ശേഖരവും ക്ഷേത്രത്തിലുണ്ട്. കടലിനോട് ചേർന്നുള്ള ക്ഷേത്രമായതിനാൽ നഗരത്തിന്റെയും കടലിന്റെയും വിദൂര ദൃശ്യങ്ങൾ ഇവിടെ നിന്നും ആസ്വദിക്കാം. സായാഹ്നമാണ് ക്ഷേത്രം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം. സൂര്യാസ്തമയം ഇവിടെ നിന്നുള്ള മനം മയക്കുന്ന കാഴ്ചയായിരിക്കും. അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊണ്ട സവിശേഷ ഭൂപ്രകൃതിയാണ് ദനാങ്ങിലേത്. അതുകൊണ്ട് തന്നെ ധാരാളം ലൈംസ്റ്റോൺ കുന്നുകൾ ഇവിടെ കാണാനാകും. ദനാങ്ങിലെ അത്തരം കുന്നുകൾ മാർബിൾ മൗണ്ടൻസ് എന്നറിയപ്പെടുന്നു. ഇതിൽ 5 കുന്നുകളാണ് നഗരപരിസരത്തുള്ളത്. ലോഹം, തടി, ജലം, അഗ്നി, ഭൂമി എന്നിവയുടെ പേരിനൊപ്പം ഇവയെ നാമകരണം ചെയ്തിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രസിദ്ധവും തിരക്കേറിയതും വാട്ടർ മൗണ്ടൻ ആണ്. വലിയ ലൈംസ്റ്റോൺ കേവുകൾ ഈ മലയിൽ രൂപം കൊണ്ടിട്ടുണ്ട്. ഉള്ളിലേക്ക് കടന്നാൽ ലൈംസ്റ്റോൺ ഫോർമേഷനുകൾ കാണാനാവും. പുറമേ നിന്നുള്ള പ്രകാശം പതിക്കുമ്പോൾ ശിലാരൂപങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ്. വലുതും ചെറുതുമായ നിരവധി ഗുഹകൾ മാർബിൾ മൗണ്ടൻസ് എന്നറിയപ്പെടുന്ന കുന്നുകളിലുണ്ട്. വലിയ ഗുഹകളിൽ സന്ദർശകർക്ക് കടന്നു ചെല്ലാനും കാണാനും വേണ്ട സൗകര്യങ്ങൾ സജ്ജമാണ്. എന്നാൽ ചെറിയ ഗുഹകളിൽ സൗകര്യങ്ങളില്ല. അതുകൊണ്ട് തന്നെ അല്പം സാഹസികമായി വേണം ചെറിയ ഗുഹകളിലേക്ക് സഞ്ചരിക്കാൻ. ഇവിടുത്തെ ഒരു പ്രധാന അഡ്വഞ്ചർ ആക്ടിവിറ്റിയും കൂടിയാണ് കേവ് എക്സ്പ്ലോറേഷൻ. വളരെ കാലം മുമ്പ് മുതൽ മതപരമായ പ്രാധാന്യവും മാർബിൾ കുന്നുകൾക്കുണ്ടായിരുന്നു. ബുദ്ധപ്രതിമകൾ സ്ഥാപിച്ച് ആരാധന നടത്തിയിരുന്ന ഇടമാണിത്. പഗോഡകൾ, ക്ഷേത്രങ്ങൾ എന്നിവയെല്ലാം ഈ കുന്നുകളിൽ ഇന്നും സജീവവുമാണ്. സമീപ പ്രദേശങ്ങളുടെ പനോരമിക് കാഴ്ചകൾ കാണാനാകുന്ന വ്യൂ പോയിന്റുകളാണ് മാർബിൾ മൗണ്ടൻസിലെ മറ്റൊരാകർഷണം. അവസാനമായി ദനാങ്ങിലെ ഏറ്റവും പ്രസിദ്ധ ഡെസ്റ്റിനേഷനായ ബെന ഹിൽസിലേക്ക് പോകാം. ഫ്രഞ്ചുകാരുടെ കാലം മുതൽ ഇവിടം ഒരു സുഖവാസ കേന്ദ്രമായിരുന്നു. സുഖകരമായ കാലാവസ്ഥയാണെന്നതാണ് ബെന ഹിൽസിന്റെ പ്രധാന ആകർഷണം. ഫ്രഞ്ച് ശൈലിയിലുള്ള ഒരു ഗ്രാമം തന്നെ കുന്നിൻ മുകളിൽ ഫ്രഞ്ചുകാർ ഒരുക്കിയെടുത്തിരുന്നു. പല നിർമ്മിതികൾക്കും ഫ്രഞ്ച് രൂപമാണ് അന്നുണ്ടായിരുന്നത്. കോളനി ഭരണം അവസാനിച്ച ശേഷം കുറെ കാലം പ്രദേശം അവഗണിക്കപ്പെട്ട് കിടന്നു. പിന്നീട് സൺ ഗ്രൂപ്പ് എന്ന കമ്പനി ബെന ഹിൽസിൽ ഒരു എന്റർടൈൻമെന്റ് സെന്റർ പണി കഴിപ്പിക്കുകയാണ് ഉണ്ടായത്. മലയുടെ താഴ്വാരത്തിൽ നിന്നും കേബിൾ കാറിൽ കുന്നിൻ മുകളിലേക്ക് പോവാനാകും.
ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ കേബിൾ ലൈനുകളിൽ ഒന്നാണിത്. അതിമനോഹരമായ ട്രോപ്പിക്കൽ ഭൂപ്രകൃതിയുടെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഗൊണ്ടോളയിൽ മുകളിലേക്ക് യാത്ര ചെയ്യാം. ചുറ്റുമുള്ള വനസമാനമായ പ്രദേശങ്ങൾ, താഴ്വാരം എന്നിവയുടെ ദൃശ്യങ്ങൾ അതിഗംഭീരം തന്നെയാണ്. ഗോൾഡൻ ബ്രിഡ്ജ് സ്റ്റേഷനാണ് ബെനാ ഹിൽസിലെ ആദ്യത്തെ സ്പോട്ട്. ഒരു പാലവും ചില ആക്ടിവിറ്റികളുമാണ് ഇവിടെ നമുക്ക് ആസ്വദിക്കാനുള്ളത്. ഗോൾഡൻ ബ്രിഡ്ജ് എന്ന പാലം തന്നെയാണ് അതിൽ പ്രധാനം. 2 വലിയ കൈപ്പത്തികൾ താങ്ങി നിർത്തും വിധം രൂപകൽപ്പന ചെയ്തിട്ടുള്ള പാലം. സ്വർണ്ണ നിറം പൂശിയിട്ടുള്ളതിനാൽ പാലത്തിന്റെ രൂപം തന്നെ കാഴ്ചയിൽ കൂടുതൽ ആകർഷകമായി മാറുന്നു. പരിസര പ്രദേശങ്ങളുടെ വിശാലമായ പനോരമിക് ദൃശ്യങ്ങൾ ഇവിടെ നിന്നും കാണാം. തെളിഞ്ഞ ആകാശമാണെങ്കിൽ താഴ്വരയും ചുറ്റുമുള്ള മലനിരകളും അകലെ ദനാങ് നഗരവും കടലുമെല്ലാം കാഴ്ചയിൽ വരും. വൈൻ സെല്ലാർ, പഗോഡ, ഷോപ്പിംഗ് കേന്ദ്രം എന്നിവയെല്ലാമാണ് ഗോൾഡൻ ബ്രിഡ്ജിനടുത്തുള്ള മറ്റ് കാഴ്ചകൾ. ഇവിടെ നിന്നും മുകളിലേക്ക് പോയാൽ ഫ്രഞ്ച് വില്ലേജ് എന്ന അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്തും. ഫ്രഞ്ചുകാരുടെ പഴയ സുഖവാസ കേന്ദ്രം ഇവിടെയാണ് ഉണ്ടായിരുന്നത്. ഇന്ന് പലതരം വിനോദങ്ങൾ ഒരുക്കിക്കൊണ്ട് ഒരു കൃത്രിമ വില്ലേജ് കുന്നിൻ മുകളിൽ തയ്യാറാക്കിയിരിക്കുന്നു. ഫ്രഞ്ച് ശൈലിയിലുള്ള കല്ല് വിരിച്ച പാതകൾ, ചത്തുരങ്ങൾ, ശില്പങ്ങൾ, ദേവാലയമടക്കമുള്ള മന്ദിരങ്ങൾ, കാസിൽ എന്നിങ്ങനെ പോകുന്നു ഫ്രഞ്ച് വില്ലേജിലെ നിർമ്മിതികൾ. മിക്ക കെട്ടിടങ്ങൾക്കുള്ളിലും വിവിധ ആക്ടിവിറ്റികൾ സജ്ജീകരിച്ചിട്ടുണ്ട്. റെസ്റ്റോറന്റുകൾ, സുവനീർ ഷോപ്പുകൾ എന്നിവയൊക്കെ മിക്ക ഇടങ്ങളിലും കാണാം. തദ്ദേശീയ വിഭവങ്ങൾ ഉൾപ്പെടെ രുചികരമായ ഒട്ടേറെ ഭക്ഷണങ്ങൾ ഈ റെസ്റ്റോറന്റുകളിൽ ആസ്വദിക്കാം. കൂടാതെ പലതരം വിഭവങ്ങൾ വഴിയോരത്തെ സ്റ്റാളുകളിലും തയ്യാറാക്കുന്നുണ്ട്. ഒരു യൂറോപ്യൻ ഹെറിറ്റേജ് നഗരത്തിന്റെ മനോഹാരിതയും എക്സ്പീരിയൻസുകളും ഫ്രഞ്ച് വില്ലേജിനെ സന്ദർശകർക്ക് അത്യപൂർവമായ അനുഭവമാക്കി മാറ്റുന്നു. വിയറ്റ്നാമിന്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹര തീരദേശ നഗരമായ ദനാങ്ങിന്റെ കാഴ്ചകളിലൂടെയാണ് നാം കടന്നു വന്നത്. വിശാലമായ കടൽ തീരങ്ങളും ആധുനിക നഗരവികസനവും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാംസ്കാരിക പൈതൃകവും ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന നഗരമാണിത്. പ്രകൃതി സൗന്ദര്യവും വിനോദസഞ്ചാര സാധ്യതകളും മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്തിയ ദനാങ് ഇന്ന് വിയറ്റ്നാമിലെ ഏറ്റവും ജനപ്രിയമായ വിനോദസഞ്ചാര നഗരങ്ങളിലൊന്നാണ്.